വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മരമൊക്കെ വെട്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്, മരമൊക്കെ മുറിച്ച് എങ്ങോട്ടാണ് കൊണ്ടുവന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ സാധാരണ ഇതുപോലെയുള്ള പ്ലൈവുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ പ്ലൈവുഡ് കമ്പനിയുടെ ഒരു ഏരിയ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ഒരു പീലിംഗ് മെഷീനുള്ള, അതായത് നമ്മുടെ തടി പ്രോസസ്സ് ചെയ്യുന്ന ഒരു കമ്പനിയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ പെരുമ്പാവൂർ തടി വ്യവസായങ്ങൾ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഈ പെരുമ്പാവൂർ മാർക്കറ്റിൽ നിന്നാണ് തടി എടുക്കുന്നത്. ഇത് ടണ്ണേജിലാണ് എടുക്കുന്നത്, ടണ്ണിൽ. അതായത് വേബിളത്തിൽ കയറി തൂക്കിയതിന് ശേഷം ആ തടിയുടെ തൂക്കം നോക്കിയിട്ടാണ് അതായത് ഓരോരുത്തരും വാങ്ങുന്നത്, ഓരോ തടി പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ തടിക്ക് പല റേറ്റുകളുണ്ട്. ഇപ്പോൾ റബ്ബറിന് ഒരു വില, മഹാഗണി, വട്ട, അങ്ങനെ ഓരോ തടിക്കും വിവിധ റേറ്റുകളാണ്. ആ റേറ്റിനനുസരിച്ചാണ് തൂക്കുന്നത്. അപ്പം ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പെരുമ്പാവൂരിലുള്ള വട്ടക്കാട്ടുപടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയുള്ള ഒരു കമ്പനിയിലാണ്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഭൂരിഭാഗം അതിഥി തൊഴിലാളികളാണ്, അതായത് നമ്മുടെ ഭായിമാർ. അപ്പോൾ അവരാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത് ഇതിനകത്ത്. ഇതിൽ നിന്നാണ് വിനീർ ഷീറ്റുകളൊക്കെ ഉണ്ടാകുന്നത്. വിനീർ അതായത് തടി പ്രോസസ്സ് ചെയ്തുണ്ടാകുന്നതാണത്. ഈ ബ്ലേഡിൽ കിടന്ന് കറങ്ങിയിട്ടാണ് വിനീർ ഉണ്ടാവുന്നത്. अभी तुम्हारा फोटो आएगा, चाहिए यूट्यूब में दिखा देगा. प्रॉब्लम नहीं है ना, प्रॉब्लम नहीं है ना. ഓപ്പിയുടെ ഫോട്ടോ ഒന്നും കുഴപ്പമുണ്ടോ? ഓപ്പിന്റെ ഏത് മെഷീനാ? ടസ്കർ. അപ്പോൾ ഈ തടി ചുറ്റി കറങ്ങി വരുന്ന ചീളുകൾ പോലെ ചെറിയ സ്ലൈസ് ചെയ്ത് വരുന്ന തൊലിയും ഒക്കെ മാറ്റി കളഞ്ഞിട്ട് ബാക്കിയുള്ളത് അവരുടെ ടേബിളിലേക്ക് ഇട്ട് കട്ട് ചെയ്ത് ഓരോ സൈസിനനുസരിച്ച് മുറിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കറങ്ങി വരുന്ന ഈ സ്ലൈസ് ചെയ്ത് വരുന്ന ഇതിനൊക്കെ ഓരോ കനമുണ്ടാവും. എല്ലാത്തിനും ഒരേ കനമായിരിക്കും. 1/8, 2/5 അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ കനങ്ങളുണ്ട്. അതിലാണ് ഈ കനത്തിന് തിക്നെസ് അനുസരിച്ചാണ് വരുന്നത്. ഇത് നേരെ കൊണ്ടുപോയി ഉണക്കി ആണ് ഇത് പ്ലൈവുഡിന് ഉപയോഗിക്കുന്നത്. ഈ സൈഡ് കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് ഇവിടേക്കാണ് എത്തിയിട്ട് വീട്.
ഈ മെഷീനിലൂടെ ഈ തടി കടത്തി വിടുമ്പോൾ അത് നമുക്കിഷ്ടമുള്ള വീതിക്കും നീളത്തിനനുസരിച്ച് കട്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പേര് സ്റ്റാർ മെഷീനാണ്, ചൈനയുടെ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തടി റൗണ്ട് ചെയ്ത് വരുന്ന ഈ വിനീറിൻ്റെ ഭാഗങ്ങൾ ഈ ടേബിളിൻ്റെ മുകളിലിട്ടാണ് അവർ കട്ട് ചെയ്ത് ലെവലാക്കി ഓരോ സൈസാക്കി മാറ്റുന്നത്. അതിനുശേഷം അവരത് ഡ്രയറിൽ കൊണ്ടുപോയി ഉണക്കി അത് പ്ലൈവുഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. ഈ മെഷീൻ ഉപയോഗിച്ച് അതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റും. അങ്ങനെ ഷോർട്ട് കോർ എന്നാണ് പറയുന്നത്. ഷോർട്ട് കോർ ഉണ്ടാക്കിയെടുക്കും. ഇവിടെ ഇരിക്കുന്ന വിനീർ ലോഡ് കയറ്റി അടുത്ത കമ്പനിയിലേക്ക് കൊണ്ടുപോകണം. കഴിഞ്ഞു, ഇത് അൺലോഡ് ചെയ്യാൻ പോകും. അപ്പോൾ വിനീർ കയറ്റിയതിന് ശേഷം ഉണക്കാനായിട്ട് ഡ്രയറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഉണങ്ങി നേരെ പ്ലൈവുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. ഈ കാണുന്നതാണ് ഡ്രയർ. ഇവിടെ നിന്നാണ് ഉണങ്ങി തൊട്ടപ്പുറത്തെ ഭാഗത്തേക്ക് എത്തുന്നത്. ഡ്രയറിൽ ഉണങ്ങിയ ഈ വിനീർ നേരെ പ്രസ്സിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ പ്ലൈവുഡ് ഒട്ടിക്കുന്ന സ്ഥലത്തേക്ക്. ഈ കാണുന്നതാണ് ഫിലിം ഫേസ്. ഈ ഫേസാണ് നമ്മൾ ഈ ഒട്ടിക്കുന്ന വിനീറിൻ്റെ മുകൾ ഭാഗത്തിടുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് കവറിങ് പോലെ നിൽക്കുന്നതാണ്. ഡ്രയറിൽ നിന്നും ഉണങ്ങി വരുന്ന ഈ വിനീർ ഇങ്ങനെ അടക്കി വെച്ച് സൈഡ് മൂലം കട്ട് ചെയ്തിട്ട് അത് ഈ കാണുന്ന മെഷീൻ, അതായത് ഇത് സ്പ്രെഡർ ആണ്, ഗ്ലൂ സ്പ്രെഡർ. അപ്പോൾ ഈ ഗ്ലൂ സ്പ്രെഡറിലൂടെ കടത്തിവിടും. അപ്പോൾ എല്ലാ ഭാഗത്തും ആ വിനീറിൻ്റെ എല്ലാ ഭാഗത്തും പശ എത്തുന്നതാണ്. ഇത് അലൂമിനിയം പ്ലേറ്റാണ്. അലൂമിനിയം പ്ലേറ്റിൻ്റെ മുകളിലേക്ക് ഫേസ് വിനീർ, അതായത് ഫിലിം ഫേസ് ആണ് വയ്ക്കുന്നത്. അതിനുശേഷം അതിലേക്ക് നേരെ സാധാ ഫേസ് വയ്ക്കും. അതിന് ഓരോ ഗ്രേഡുകളുണ്ട്, ഗർജൻ, ഒക്കോമ. അതിന് മുകളിലേക്കാണ് ഈ പശയിലൂടെ കടന്നു വന്ന വിനീർ വയ്ക്കുന്നത്. അത് ഓരോ ലെയറായി വയ്ക്കും. അതതിൻ്റെ തിക്നെസ്, എത്ര പ്ലൈവുഡിന് എത്ര കനം വേണം, അതിൻ്റെ വെയിറ്റ് വേണം എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് എത്ര ലെയർ വേണമെന്ന് നോക്കിയിട്ടാണ് അത് വയ്ക്കുന്നത്. ഇതാണ് ഹോട്ട് പ്രസ്. ഇതിലേക്കാണ് ഈ അടുക്കി വച്ച വിനീർ ഷീറ്റുകൾ എല്ലാം കയറ്റി വച്ചിട്ട് ശേഷം അത് പ്രസ് ചെയ്ത് അത് ഒരു 10-20 മിനിറ്റോളം വയ്ക്കുന്നു. അതിന് ശേഷം അത് റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കാണുന്ന പ്ലൈവുഡ് രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പ്രസ്സിങ്ങിന് ശേഷം
അതിൻ്റെ അലൂമിനിയം പ്ലേറ്റുകളെല്ലാം മാറ്റി വയ്ക്കുന്നു. അത് വീണ്ടും ഉപയോഗിക്കുന്നതിനായിട്ട് കൂൾ ചെയ്യാനായിട്ട് ഫാൻ്റെ ചുവട്ടിലേക്ക് മാറ്റുന്നു. എന്നിട്ട് അവർ ആ പ്ലൈവുഡ് മാത്രം മാറ്റിയെടുക്കുന്നു. അപ്പോൾ ഈ ഹോട്ട് പ്രസ്സിൽ പ്രസ് ചെയ്തെടുത്ത പ്ലൈവുഡ് ഇതേപോലെ നമുക്കിഷ്ടമുള്ള സൈസിനനുസരിച്ച് ഇപ്പോൾ 8x4 8x4 അങ്ങനെ നീളം വീതി അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെ കട്ട് ചെയ്തെടുത്ത് അവരത് ഒരു അട്ടിയാക്കിയിട്ട് വയ്ക്കും. ഇതുപോലുള്ള പ്ലൈവുഡുകളുടെ സൈഡ് മൂലയൊക്കെ ഫിനിഷ് ചെയ്തെടുക്കും. സൈഡിൽ ഹോളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അടച്ച് പശ വെച്ച് അടച്ചാണ് അവർ ചെയ്യുന്നത്. അതുപോലെ ഈ കാണുന്നത് ഷട്ടറിങ് പ്ലൈവുഡാണ്. ഫിലിം ഫേസ് കൊണ്ടുള്ള ഇതൊക്കെ കോൺക്രീറ്റിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ വീടുകളിലൊക്കെ വാർക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ അവസാനം ഇതിൻ്റെ സൈഡിൽ ഒരു റെഡ് കളറൊക്കെ അടിച്ച് അവർ ഫിനിഷ് ചെയ്ത് ആ പ്രൊഡക്റ്റ് റെഡിയാക്കി അട്ടിയായിട്ട് വച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അത് ലോറികൾ അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ലോഡ് കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്ലൈവുഡ് കമ്പനിയിലെ കാഴ്ചകൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ ഗുഡ് ബൈ.